ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തി എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപക്ഷെ നിക്ഷേപകരെ പാടെ നിരാശപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഓഹരികളിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിയർ ടൈമിൽ? തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലാണ് നമ്മൾ ഏപ്രിൽ മാസത്തിലായിരുന്നു ഇതിന്റെ മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. ആ ഒരു ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്നത് 535 രൂപയിലാണ്. അതിനുശേഷം ഗ്രാജുവലി കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ നടത്തി 620 രൂപയിൽ പുതിയൊരു സപ്പോർട്ട് ബേസും ഫോം ചെയ്തിരുന്നു. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൗവർ അത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് വളരെ ഷോർട്ട് ടേമിൽ അടുത്ത 2 സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. 685 മുതൽ 700 രൂപ വരെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഓൺലി ഡ്യൂറിംഗ് ദ കറക്ഷൻ.